യുവാക്കളെയാണ് ലഹരി സംഘം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് പിടിയിലായ വിദ്യാർത്ഥി ആൽവിൻ ഈ ശ്രേണിയിലെ ഒരാൾ മാത്രമാണ്. 21 വയസ്സിനിടെ നിരവധി ആഡംബര വാഹനങ്ങളാണ് ആൽവിൻ സ്വന്തമാക്കിയത്. ലഹരി വിൽപ്പനയ്ക്ക് ഈ വിദ്യാർത്ഥിക്ക് വേണ്ട ഒത്താശ ചെയ്ത് നൽകിയത് വീട്ടുകാർ തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആൽവിന്റെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചു. ആൽവിൻ തൃശൂർ നഗരത്തിലെ പ്രമുഖ വിദ്യാലയത്തിൽ വിദ്യാർത്ഥിയായിരിക്കെ തുടങ്ങിയതാണ് ലഹരി മരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും. പഠനകാലത്ത് കബഡി താരമെന്ന നിലയിൽ സംസ്ഥാന തലത്തിലുള്ള പരിചയം ഉപയോഗിച്ച് ലഹരി വ്യാപാര മേഖല വിപുലപ്പെടുത്തി. മംഗലാപുരം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും മയക്കുമരുന്ന് എത്തിച്ചിരുന്നത്. സൗഹൃദങ്ങളിലൂടെ തന്ത്രപരമായ തന്റെ ലഹരി വിപണി വർദ്ധിപ്പിച്ചു. ആൽവിന്റെ അടുത്ത ബന്ധുക്കൾ ലഹരി വിൽപ്പനയ്ക്ക് സഹായം നൽകിയിരുന്നതായും പോലീസ് കണ്ടെത്തി. മംഗലാപുരത്തൊരു വിദ്യാർത്ഥിനിയുമായി പ്രതിക്കുള്ള അടുത്ത ബന്ധം മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ കണ്ണിയാണോ എന്ന അന്വേഷണവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. പോലീസിനെ വെട്ടിച്ച് ബാംഗ്ലൂരിൽ രക്ഷപ്പെട്ട ആൽവിൻ റോഡരികിൽ കാണുന്നവരുടെ ഫോണിൽ നിന്നും അടുത്ത ബന്ധുക്കളെ വിളിക്കുകയും ഇവരുടെ ഫോണിലേക്ക് ഗൂഗിൾ പേ മുഖേന പണം തനിക്ക് ലഭ്യമാക്കിയിരുന്നതായും പോലീസ് കണ്ടെത്തി. ആൽവിന്റെ സഹോദരന്മാർ ബൈക്കിൽ ബാംഗ്ലൂരിൽ പോയി ഒളിവിൽ കഴിഞ്ഞിരുന്ന ആൽവിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഒളിവിൽ പാർപ്പിച്ചു. ഇതിനിടയിലാണ് ഇയാൾ പോലീസ് പിടിയിലാകുന്നത്. അതിസാഹസികമായി പോലീസിന്റെ സംരക്ഷണയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതി ആൽവിനെ സാഹസികമായി തന്നെയാണ് പോലീസ് പിടികൂടിയതും. റിപ്പോർട്ടർ, തൃശൂർ.